ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഈ പ്രേതം ഭൂതം കാര്യങ്ങളാണോ അതോ സയൻസ് ആണോ കാര്യങ്ങളാണോ എന്താണ് എന്നുള്ളത് നോക്കാം. ഹെഡിങ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾ എല്ലാവരും നല്ല ഒരു ഉറക്കത്തിൻ്റെ സമയത്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഉറക്കത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നോർമലായിട്ട് തന്നെ കണ്ണങ്ങ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ളവരിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളെ നമുക്ക് ചിലപ്പോൾ കാണാം. അങ്ങനെ ഒരു കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൈകാലുകൾ അനക്കാനായിട്ടോ ഇല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാനായിട്ടോ കഴിയില്ല. ആ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു ആളെ എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചുപോയ ആളെയോ ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളെയോ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുകയാണ്. ആൾ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മുടെ ഈ കൊങ്ങയിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നതും നമ്മുടെ നെഞ്ചത്ത് കയറി വലിയ ഭാരമായിട്ട് വന്നിരിക്കുന്നതും ചിലപ്പോൾ രൂപമല്ലായിരിക്കാം, ചിലപ്പോൾ വേറൊരു തരത്തിലൊരു അവസ്ഥ, ഒരു ഭാരം നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന് കയറിയിരിക്കുന്ന ഒരു വലിയ ആത്മാവ് പോലത്തെ ഒരു ഭാരം. അത് വന്ന് കയറിയിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് വിളിക്കണമെന്നുണ്ട്, ഇതാരെങ്കിലും വിശ്വസിപ്പിക്കാൻ വേണ്ടി മൊബൈൽ എടുത്തൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും കഴിയുന്നില്ല. നമ്മളെന്ന് അലറി വിളിക്കാൻ നോക്കിയിട്ട് തൊണ്ട പോലും ഒരു സൗണ്ട് പോലും വരുന്നില്ല, നാക്ക് പൊങ്ങുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെയൊരു അവസ്ഥ വന്നിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ മരിച്ചുപോയ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല കേട്ടോ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ട് ഈ ഓജോ ബോർഡ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആയുർവേദമൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട്. ആ ആത്മാവ് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സമയം, നമ്മുടെ മരണസമയം, അത് മറ്റൊരു ശരീരത്തിൽ കയറാനുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആ ശരീരത്തേക്ക് കയറും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവിന് ശക്തി കുറവായിരിക്കും. ഒരാളുടെ ശരീരത്ത്, ജീവനോടെ ഉള്ള ഒരാളുടെ ശരീരത്തിൽ ഇരിക്കുന്ന അയാളുടെ സ്വന്തം ആത്മാവിനെ കീഴ്പ്പെടുത്തിയ ശരീരത്തേക്ക് കയറാനുള്ള ശക്തി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ച് ആ ഒരു ആത്മാവിന് ശക്തി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഒരു വ്യക്തിയുടെ ശരീരത്തുള്ള ആത്മാവിന് ശക്തി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തേക്ക് നമ്മളെ ആത്മാവ് കയറുന്ന ആ ഒരു സമയമാണ് പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തം അറിയത്തില്ലാത്ത ഒരു പെൺകുട്ടി നൃത്തം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. തമിഴോ ഹിന്ദിയോ മലയാളമോ ഒന്നും അറിയത്തില്ലാത്ത ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വേറെ വല്ലൊരു രാജ്യത്തെ പെൺകുട്ടി, അവൾ മലയാളം സംസാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഹിന്ദി നാട്ടിൽ ഒരു പെൺകുട്ടി തമിഴ് സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട്, ഏത് ഭാഷയാണെന്ന് പോലും അവർക്കറിയില്ല, അങ്ങനെ സംസാരിച്ചു എന്നും പറഞ്ഞ്. പിന്നെ ഒരു പുള്ളി, ഒരു പരിചയവുമില്ലാത്ത ഒരു പുള്ളി ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരിക. വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ ഈ വീടിൻ്റെ അലമാരിക്കകത്ത് ഇതുപോലെ ആധാരം ഇരിപ്പുണ്ട്, ആ ആധാരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ആധാരം എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അപ്പൻ മരിച്ചു പോയിരുന്നു. ആ അപ്പൻ മരിച്ചു പോയിട്ട് അവിടെ ആ മക്കളും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം അവിടെ നടക്കുകയാണ് സ്വത്തിൻ്റെ പേരിൽ. അപ്പോൾ അപ്പം മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് എവിടെയാണെന്നുള്ളത് മക്കൾക്കറിയില്ല. പക്ഷെ ഒരു പുള്ളി ഒരിക്കൽ കയറി വന്നു, ഒരു ചെറുപ്പക്കാരൻ കയറി വന്ന ആധാരം അങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്തത്. പക്ഷെ പുള്ളി എങ്ങോട്ടോ വന്നിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. പുള്ളിക്ക് തന്നെ അറിയില്ല താൻ എന്തുകൊണ്ടാണ് അവിടെ വന്നതും ആധാരം എടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒത്തിരി നിഗൂഢമായ കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ മിക്കൊരു 90% ആളുകളുടെയും തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാൻ പണ്ട് ആയുർവേദത്തിൽ പഠിച്ചിരുന്ന കാലം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ ഓജോ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ മാറി ഒരിടത്ത് ഇങ്ങനെ പോയിരുന്ന് രാത്രി ഓജോ ബോർഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതിനോട് യാതൊരു വിശ്വാസമില്ല. എന്നാലും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇങ്ങനെ പ്രേതം വരുമോ കാര്യങ്ങളോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ ചെറുതോണി, ഇടുക്കി, കട്ടപ്പന ഭാഗത്തൊക്കെയുള്ള ഈ തടിപ്പണിക്കൊക്കെ നടക്കുന്ന ആൾക്കാരാണ് ആയുർവേദത്തിൻ്റെയും മസാജിങ് പഠിക്കാനൊക്കെ ആയിട്ട് വന്നത്. അന്ന് അവരൊക്കെ വന്നിരുന്ന ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ നല്ല കട്ട ആൾക്കാരാണ്, നല്ല മസിലുള്ളവന്മാരൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ ചുറ്റും കൂടിയിരുന്ന ഈ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ കുറേ വിളിച്ചു, മടുത്തു, ഒന്നും വരുന്നില്ല. പക്ഷേ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് മുകളിൽ നിന്ന് മെഴുകുതിരി ഇങ്ങനെയൊന്ന് ചെരിഞ്ഞിട്ട് അത് വീണ്ടും നേരെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ചെരിഞ്ഞ് പോയപ്പോൾ കൂടെ നിൽക്കുന്നവൻ ദേടാ അത് പോയടാ എന്ന് പറഞ്ഞ് അടുത്തവൻ കൈ നീട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നേരെ വന്നത്. ഈ നിന്ന തടിമാടന്മാരായ 4-5 പേരെല്ലാം കൂടി ഒരു മൂലയ്ക്ക് ഒത്തുകൂടി പേടിച്ചിട്ട്
ആ സമയത്ത് തന്നെ ഇതറിഞ്ഞ് വേറെ കുറേ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് തട്ടിപ്പെട്ടി, തടിമാരന്മാരെല്ലാം കൂടെ കൂടി വന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് തട്ടിപ്പെട്ടിയും കളഞ്ഞു. അപ്പോൾ അതങ്ങ് തട്ടിക്കളഞ്ഞപ്പോഴേക്കും ആ ഓജപ്പോട്ട് എടുത്ത് കീറി കളഞ്ഞിട്ട് എടാ എന്നടാ ചെയ്താൽ അങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവന്മാരും വിശ്വസിക്കില്ല. കാരണം പുറത്ത് ഈ കാലംകോഴി കാവ്യങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൂവുന്ന പോലെ ഈ മൂങ്ങ കൂവുക എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി കൂരും. ആ സംഭവമൊക്കെ ആ സമയം പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെ നിൽക്കുകയോ വന്നു. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു സംഭവത്തെ പറ്റി വിട്ടു, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ആയുർവേദം പഠിപ്പിച്ചിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, ഒന്ന് BMS ഡോക്ടർ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ മിറർ ഉള്ളിടത്തോ കാര്യങ്ങളുള്ളിടത്തോ ഒന്നും വെച്ച് ചെയ്യരുത് എന്നും ഡോക്ടർ ഒരു ദിവസം കൂടാമെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് വർക്കൊക്കെ ആയിട്ട് ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പകൽ ഞാൻ ഡ്യൂട്ടി റെസ്റ്റ് ടൈമിൽ വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഹിന്ദിക്കാരൊരു 2 പേരുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കഴുത്തേലേക്ക് എന്തോ വന്നിങ്ങനെ അമക്കി ഇങ്ങനെ പിടിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. ഞാൻ കണ്ണിങ്ങനെ പയ്യെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നെഞ്ചിലവിടെ ആരോ കയറി ഇരുന്നിട്ട് എൻ്റെ കഴുത്തി പിടിക്കും. പക്ഷേ എൻ്റെ തൊട്ടടുത്ത് അവന്മാരിരുന്ന് വർത്താനം പറയുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് അവനെ ഒന്ന് വിളിക്കാൻ പറ്റുന്നില്ല, കൈ അനങ്ങുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിൽ നല്ല ശക്തമായിട്ട് മനസ്സും കൊണ്ട് കഴുത്ത് വെറ്റി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അയഞ്ഞ് ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലൊരു ദിവസം കിടന്ന സമയത്തും ഇതുപോലെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിവിട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പം ജനലിൻ്റെ അവിടെ ഒരു ആളുടെ നിഴൽ, ശരിക്കും ഒരാളുടെ നിഴൽ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ കഴുത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ഞാനപ്പോൾ ഉള്ള ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് എൻ്റെ കയ്യോ കാലോ ഒന്നും എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് തന്നെ അവിടുന്ന് ആ നിഴൽ ഒരാൾ വളഞ്ഞ് നിന്നിട്ട് നടന്നു പോകുന്നല്ലേ അങ്ങ് നടന്ന് പോകുന്നൊരു ഫീൽ അങ്ങ് തോന്നുകയാണ്. അങ്ങനെ ഒരു ഫീലുണ്ടായി. അപ്പം അതിനെപ്പറ്റി ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റിയാണ് ഉണ്ടായത്. ഇതെന്താണ് ഇങ്ങനെ, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ. പക്ഷെ വീണ്ടും പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു കാര്യം, ചിലത് കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നേരത്തെ. അന്ന് ഒരു റിസോർട്ടിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് കഴിച്ച് ഞാനവിടുത്തെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു, പുള്ളിയും പോയി കിടന്നു, ഞാനും പോയി കിടന്നു, ചെറുതായിട്ട് കഴിച്ച് കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു രാത്രി ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, വെളുപ്പിന് 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് പിടിച്ചേക്കുവാണ്. പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് വേർത്ത് ഒഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കിടന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് പറയാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ അവൻ ഇങ്ങോട്ട് ഓടി വരികയാണ്. ഞാൻ ചോദിച്ചു എന്താടാ? ഒന്നുമില്ല, ഇന്നലെ രാത്രി ആരോ വന്ന് എൻ്റെ കഴുത്തെ പിടിച്ച് ഞെക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്നെ വാതിൽ കുറ്റിയിട്ടില്ലേ? ഇല്ലടാ, വാതിൽ കുറ്റിയിട്ടു, പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ കഴുത്തേൽ ആരോ പിടിച്ച് ഞെക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഞാനും ആ സമയത്ത് അത് അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാനും അവനോട് ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും ഒരേ ദിവസം ഒരേ സമയങ്ങളിൽ ഈ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ വിശ്വാസം ആണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിനെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രദേശങ്ങളിലും ഇത് ആത്മാവായിട്ടോ പ്രേതമായിട്ടോ ഇല്ലെങ്കിൽ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പഴയ തലമുറയിൽ ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇതിനെ സ്ലീപ്പ് പാരലൈസിസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുകയും ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം പകുതി ഉറക്കത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഉപബോധ മനസ്സ് ഉണരുകയും നമ്മുടെ ബോധ മനസ്സ് അത് അവിടെ തന്നെ കിടക്കുകയായിരിക്കും എന്നാണ്. പകുതി ഉറക്കവും പകുതി ഉറക്കമല്ലായ്കയും ഉള്ളത്. ഉറക്കത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മസ്തിഷ്കം ഉണർന്നിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പേശികൾ കുറച്ച് നിമിഷങ്ങൾ കൂടി ഉറക്കാവസ്ഥയിൽ നിൽക്കുന്നത്. ഉറക്കത്തിൻ്റെ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും, നമ്മുടെ മനസ്സ് ഉണർന്നു നിൽക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ചില പേശികൾ മാത്രം അവിടെ ഉറക്കത്തിൽ തന്നെയായിരിക്കും. നമ്മുടെ കൈകാലുകളെ ചലിപ്പിക്കാനുള്ള പേശികൾ മാത്രം ഉറക്കത്തിലായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ മസ്തിഷ്കവും കാര്യങ്ങളും നമ്മുടെ ചിന്താഗതിയും ഈ ഒരു ഭയവുമാണ് നമ്മളെ ചുറ്റുമുള്ളത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതാണ് ശാസ്ത്രം പറയുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചിലർക്ക് ഇത് ഭയങ്കരമായി ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരും. ഭയങ്കര ഇതൊക്കെ കൂടുതലായിട്ടും വരാനുള്ള ചാൻസുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവുള്ളവർക്ക് ഇത് വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അമിത മാനസിക സമ്മർദ്ദമുള്ളവർക്ക് ഇത് വരാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അനീമിയ മുതലായ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കും ഈ
ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കറക്റ്റായിട്ട് നടക്കാതെ ബ്ലഡിൻ്റെ കുറവുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കൂടുതലായിട്ട് വരാം എന്നുള്ളതാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്, എന്ത് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഒരു വിശദീകരിച്ച് ഒരു കമൻറ്റ് തന്നെ തരിക തന്നെ വേണം. കാരണം ഇത് പലരുടെയും അടുത്ത് നിന്നുണ്ടായ അനുഭവങ്ങൾ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. സയൻസ് എന്ന് പറയുന്നത് അവരും മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഒരാളെ പോയി കീറി മുറിച്ച് ആരും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുന്നു. പക്ഷേ ഇതിനുള്ളിൽ ഒരു സത്യമുണ്ട്. സയൻസ് എന്ന് പറയുന്ന ലോകം എങ്ങനെ ഉണ്ടായി എന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയും. പക്ഷേ ഈ ലോകത്തിലെ ജീവജാലങ്ങൾ, മനുഷ്യനുള്ളിലെ ജീവൻ എങ്ങനെ നിൽക്കുന്നു, മനുഷ്യനുള്ളിലെ ഈ ഓരോ ആന്തരികവും കേടാകാതെ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയൊക്കെ പല കാര്യങ്ങളും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ദൈവമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ പോലെ പെട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ശാസ്ത്രമാണെന്ന് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റത്തില്ല, പക്ഷേ ശാസ്ത്രമല്ല എന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയും അനുഭവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്ക്, ഇതിനേക്കാളും രസമുള്ളൊരു ടോപ്പിക്കായിട്ട് വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഒത്തുകൂടലിന് വേണ്ടി. അപ്പോൾ ബൈ, ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്.